എല്ലാവർക്കും ഐസി ഫോഴ്സിൻ്റെ പൈത്തൺ സീരീസ് പാർട്ട് 6 വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പൈത്തൺ ലിസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പൈത്തൺ ലിസ്റ്റ് ക്രിയേഷൻ, ആക്സസിങ്, മോഡിഫൈ, ലിസ്റ്റ്, മെത്തേഡ്സ്, ലിസ്റ്റ് കോംപ്രിഹെൻഷൻ തുടങ്ങി എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാം. അപ്പോൾ എന്താണ് ലിസ്റ്റ്? പൈത്തണിൽ ലിസ്റ്റ് എന്നാൽ ഓർഡേർഡും ചേഞ്ചബിളുമായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഐറ്റംസിൻ്റെ കളക്ഷനാണ്. നിങ്ങൾക്ക് ലിസ്റ്റിൽ സ്ട്രിങ്സ്, നമ്പേഴ്സ്, ബൂളിയൻസ് അങ്ങനെ ഏത് ഡേറ്റ ടൈപ്പുള്ള എലമെൻസും സ്റ്റോർ ചെയ്യാൻ കഴിയും. പൈത്തൺ ലിസ്റ്റ് ഹെട്രോജീനിയസ് ആണ്, അതായത് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സിൻ്റെ കോമ്പിനേഷൻ സെയിം ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യാം. ഈ എക്സാമ്പിളിൽ നമ്പേഴ്സ്, സ്ട്രിങ്സ്, ബൂളിയൻ, ഫ്ലോട്ട് എന്നീ ഡേറ്റ ടൈപ്സ് ഉള്ള എലമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലിസ്റ്റ് ആക്സസ് ചെയ്യുന്നത് നോക്കാം. ലിസ്റ്റ് ഓർഡേർഡ് ആയതുകൊണ്ട് എലമെൻറ്റ്സിനെ ഇൻഡിസസ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം. നിങ്ങൾക്കിതിൽ കാണാം പൈത്തൺ സീറോ ബേസ്ഡ് ഇൻഡെക്സിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ലിസ്റ്റിലെ ഫസ്റ്റ് എലമെൻറ്റ് ആക്സസ് ചെയ്യുന്നത് സീറോ ഇൻഡെക്സ് ഉപയോഗിച്ചാണ്. സെക്കൻഡ് വണ്ണും അതുപോലെ ഓരോന്നും ആക്സസ് ചെയ്യാം. മറ്റൊരു പവർഫുൾ ഫീച്ചറാണ് നെഗറ്റീവ് ഇൻഡെക്സിംഗ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് ലിസ്റ്റിൻ്റെ അവസാനത്തിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ -1 ലാസ്റ്റ് എലമെൻറ്റിനെ റെഫർ ചെയ്യുന്നു, -2 സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റും, അങ്ങനെ ഓരോന്നും ആക്സസ് ചെയ്യാം. ലിസ്റ്റ് മ്യൂട്ടബിൾ ആയതിനാൽ ഒരു വാല്യൂവിൻ്റെ ഇൻഡെക്സ് ഉപയോഗിച്ച് ആക്സസ് ചെയ്ത് ഒരു പുതിയ വാല്യൂ നൽകി അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മാറ്റാനാകും. ഇപ്പോൾ നമുക്ക് ലിസ്റ്റ് ആക്സസും മോഡിഫൈ ചെയ്യാനും അറിയാം. ഇനി നമുക്ക് ലിസ്റ്റിൽ ഐറ്റംസ് ആഡ് ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പെൻഡ് മെത്തേഡ് ലിസ്റ്റിൻ്റെ അവസാനത്തിൽ എലമെൻറ്റ് ആഡ് ആക്കുവാൻ ഉപയോഗിക്കുന്നു. ഇതുപയോഗിച്ച് ഞാനിവിടെ ഗ്രേപ്സ് എന്ന എലമെൻറ്റ് ആഡ് ആക്കുന്നു. അടുത്ത മെത്തേഡ് ഇൻസേർട്ട് ആണ്. ഇൻസേർട്ട് ഒരു സ്പെസിഫിക് പൊസിഷനിൽ എലമെൻറ്റ് ആഡ് ആക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇൻഡെക്സ് 2-ൽ കിവി ആഡ് ആക്കും. അടുത്തതായി എക്സ്റ്റെൻഡ് മെത്തേഡ്. നിലവിലുള്ള ലിസ്റ്റിൻ്റെ അവസാനം മറ്റൊരു ഐറ്ററബിൾ, ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി മുതലായവയിൽ നിന്ന് എലമെൻറ്റ്സ് ആഡ് ആക്കുവാൻ ഉപയോഗിക്കുന്നു. ലിസ്റ്റിൽ നിന്നും എലമെൻറ്റ്സ് റിമൂവ് ആക്കുവാൻ റിമൂവ് മെത്തേഡ് ഉപയോഗിക്കാം. റിമൂവ് മെത്തേഡ് ലിസ്റ്റിൽ നിന്നും വാല്യൂവിൻ്റെ ഫസ്റ്റ് ഒക്കറൻസ് റിമൂവ് ചെയ്യുന്നു. ഇൻ കേസ് ആ വാല്യൂ ഇല്ലെങ്കിൽ വാല്യൂ എറർ കാണിക്കും. അടുത്തത് പോപ്പ് മെത്തേഡ്. ഒരു സ്പെസിഫിക് ഇൻഡെക്സിൽ നിന്നും എലമെൻറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ പോപ്പ് മെത്തേഡ് ഉപയോഗിക്കാം. ഇനി ഇൻഡെക്സ് പൊസിഷൻ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് പോപ്പ് ചെയ്യും. ഇവിടെ ഞാൻ തേർഡ് എലമെൻറ്റ് ഡേറ്റ് പോപ്പ് ചെയ്യുന്നു. ഇനി ലിസ്റ്റിൽ എല്ലാ എലമെൻസും റിമൂവ് ചെയ്യണമെങ്കിൽ ക്ലിയർ മെത്തേഡ് ഉപയോഗിക്കാം. ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് എംപ്റ്റി ലിസ്റ്റ് ആണ് കിട്ടുക. ലിസ്റ്റിൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ലിസ്റ്റിലെ ഓരോ ഐറ്റമും ഐറ്ററേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓരോ എലമെൻറ്റിൻ്റെയും ഇൻഡെക്സ് കൂടി വേണമെങ്കിൽ ഇൻഡെക്സും എലമെൻറ്റും നൽകുന്ന എന്യൂമറേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കും. പൈത്തണിൽ ലിസ്റ്റ് കോംപ്രിഹെൻഷൻസ് വളരെ ഉപകാരമാണ്. ഇത് ലിസ്റ്റിനെ ട്രാൻസ്ഫോം ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനും സഹായിക്കും. ഇവിടെ എ എന്ന അക്ഷരം അടങ്ങിയ എലമെൻസിനെ അപ്പർ കേസ് ആക്കി ന്യൂ ഫ്രൂട്ട്സിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതിൽ നിങ്ങൾക്ക് കാണാം ആപ്പിൾ, ഡേറ്റ്, ഗ്രേപ്പ് ഔട്ട്പുട്ടിൽ വന്നു. ലിസ്റ്റ് കോംപ്രിഹെൻഷൻസ് ഇതുപോലെ ഫിൽറ്റർ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് ലിസ്റ്റ് സോർട്ടിങ്ങും റിവേഴ്സും നോക്കാം. സോർട്ട് മെത്തേഡ് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. ഇനി ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ റിവേഴ്സ് = ട്രൂ കൊടുക്കുക. റിവേഴ്സ് മെത്തേഡ് ലിസ്റ്റിലെ എലമെൻസിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്യാൻ ഉപയോഗിക്കാം. കോപ്പി മെത്തേഡ് ലിസ്റ്റിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ സെയിം എലമെൻസ് ഉള്ള ന്യൂ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒറിജിനൽ ലിസ്റ്റിൽ എന്ത് മാറ്റം നൽകിയാലും കോപ്പി ലിസ്റ്റിനെ ബാധിക്കില്ല. അതുപോലെ തിരിച്ചും. ഒരു ലിസ്റ്റിനെ മറ്റൊരു ലിസ്റ്റുമായി കോൺകാറ്റനേറ്റ് അഥവാ ജോയിൻ ചെയ്യുവാൻ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുക. ജോയിൻ ചെയ്യുവാൻ മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്, എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസിയായി ലിസ്റ്റുകൾ ജോയിൻ ചെയ്യാം.
ഇനി നമുക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന കുറച്ച് ലിസ്റ്റ് മെത്തേഡ്സ് നോക്കാം. ആദ്യം കൗണ്ട്. ലിസ്റ്റിൽ ഒരു സ്പെസിഫിക് എലമെന്റ് എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്ന് അറിയാൻ കൗണ്ട് മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ്. ഈ എക്സാമ്പിളിൽ ഫ്രൂട്ട്സ് എന്ന ലിസ്റ്റിൽ ബനാന എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്ന് നോക്കാം. നമുക്കിവിടെ കൗണ്ട് 3 ആണ് ലഭിച്ചത്. അടുത്തത് ഇൻഡെക്സ് മെത്തേഡ്. ഇൻഡെക്സ് മെത്തേഡ് ഒരു എലമെന്റിന്റെ ഫസ്റ്റ് ഒക്കറൻസിന്റെ ഇൻഡെക്സ് നൽകുന്നു. ഈ എക്സാമ്പിളിൽ ബനാന നോക്കാം. ബനാനയുടെ ഇൻഡെക്സ് 1 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ലിസ്റ്റിലെ പ്രധാനപ്പെട്ട മെത്തേഡ്സ് ആയ അപ്പെൻഡ്, ക്ലിയർ, കോപ്പി, കൗണ്ട്, എക്സ്റ്റെൻഡ്, ഇൻഡെക്സ്, ഇൻസേർട്ട്, പോപ്പ്, റിമൂവ്, റിവേഴ്സ്, സോർട്ട് എന്നിവയെല്ലാം പഠിച്ചു. ഈ മെത്തേഡ്സ് നിങ്ങൾ ലിസ്റ്റ് ഓപ്പറേഷൻസ് നടത്തുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിക്ഷണറിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. താങ്ക് യു.